നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഒരു കാര്യം പറഞ്ഞല്ലോ. അത് റോഡുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു. പക്ഷേ പിന്നീട് അത് വലിയ ട്രോളിനൊക്കെ വഴിവെച്ചിരുന്നു. കേരളം എന്തൊരു മാറ്റമാണ് ഈ മാറിയിരിക്കുന്നത്. ആ വാക്കുകൾ ഇപ്പോൾ ഒന്ന് കടമെടുക്കുകയാണ്. ശരിയാണ് മുഖ്യമന്ത്രി, കേരളം എന്തൊരു മാറ്റമാണ് ഈ മാറിയിരിക്കുന്നത്. ഗോപൻ സ്വാമിയുടെ സമാധി, ആ ഒരു വലിയ അന്ധവിശ്വാസത്തിന്റെ ഞെട്ടല് പോലും ഇതുവരെ കേരളത്തിന് മാറിയിട്ടില്ല. ഇപ്പോൾ പാലക്കാട് നെന്മാറയിൽ ഒരു ക്രിമിനൽ ഒരു കുടുംബത്തിലെ 3 പേരെയാണ് വെട്ടിക്കൊന്നത്. അതിലെ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ മലയാളികൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. കേരളത്തിൽ തന്നെയാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് കേട്ടിട്ട്. അമ്മയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തിയ നെന്മാറ സ്വദേശി ചെന്താമര അന്ധവിശ്വാസി ആയിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പൂജയ്ക്കും ഹോമത്തിനും വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിരുന്നത് അത്രേ. എന്നാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്, ജോത്സ്യൻ പറഞ്ഞു അത്രേ, വീടിന് എതിർവശത്തുള്ള താമസിക്കുന്ന നീളൻ മുടിയുള്ള സ്ത്രീയാണ് നിങ്ങളുടെ വീട്ടിലെ കുടുംബ കലഹത്തിന് കാരണമെന്നും ഭാര്യ പിണങ്ങിപ്പോകാൻ അവരാണ് കാരണമെന്നും ഒക്കെ പ്രവചിച്ചതുകൊണ്ട് കൊടുവാളെടുത്ത് 2019 സജിതയെ വെട്ടി കൊലപ്പെടുത്തിയതെന്ന് ഒന്ന് ഓർത്തു നോക്കുക. 2025 നമ്മൾ നിൽക്കുന്നത്. അപ്പോഴും ഒരു കൂട്ടം മനുഷ്യരെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇതുവരെ വിട്ടുപോയിട്ടില്ല. ആ 2 പെൺമക്കളുടെ കരച്ചിലുണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്മയെ കൊന്നു, അച്ഛനെയും മുത്തശ്ശിയെയും കൊന്നു, ഞങ്ങളെ കൂടി ആയിരിക്കും ഇനി കൊല്ലാൻ പോകുന്നതെന്ന് ഇവിടെ പോലീസിന്റെ വലിയ ഒരു പിഴവ് കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതായത് പലതവണ പോലീസിൽ ഈ ചെന്താമരക്കെതിരെ അവിടുത്തെ നാട്ടുകാരുൾപ്പെടെയുള്ളവർ പരാതിപ്പെട്ടതാണ്. അയാൾ തലയ്ക്ക് സ്ഥിരമില്ലാത്ത ആളാണെന്നും ഒരു കൊടുവാള് കയ്യിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യനാണെന്നും വീടിന് അടുത്തുകൂടി ആരെങ്കിലും നല്ല വസ്ത്രങ്ങൾ ധരിച്ചു പോയാലോ അല്ലെങ്കിൽ ആ വീട്ടിലേക്കൊന്ന് നോക്കുകയോ ചെയ്താൽ അവരെ ആക്രമിക്കാൻ ചാടി ഇറങ്ങുന്ന വെളിവില്ലാത്ത അങ്ങേയറ്റം ക്രിമിനലായ ഒരു മനുഷ്യൻ. ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് 7ഓളം പരാതികൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ നാട്ടുകാർ പേടിച്ചു പരാതി കൊടുത്തതാണ്. ഈ പരാതിക്കൊന്നും ഒരു നടപടിയും എടുക്കാൻ അവിടുത്തെ പോലീസുകാർ തയ്യാറായില്ല. ഈ ചെന്താമരക്കെതിരെ കൃത്യമായ നടപടി അന്ന് പോലീസ് സ്വീകരിച്ചിരുന്നെങ്കിൽ 2019 സജിത കൊല്ലപ്പെടുമായിരുന്നില്ല. ഇന്നിപ്പോൾ പരോളിൽ ഇറങ്ങി ആ വീട്ടിലെ തന്നെ സജിതയുടെ ഭർത്താവിനെയും അമ്മായിയമ്മയെയും കൊലപ്പെടുത്തില്ലായിരുന്നു. എങ്ങനെയാണ് ഇയാൾക്ക് പരോൾ കിട്ടിയത്? അതാണ് മറ്റൊരു ചോദ്യം. ഇത് കൂടാതെ പോലീസുകാരുമായി വളരെ വലിയ രീതിയിൽ കുശല സംഭാഷണമൊക്കെ നടത്തുന്ന ചെന്താമരയുടെ വീഡിയോ ഒക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എത്രത്തോളം നിഷ്ക്രിയമായിട്ടാണ് ഇവിടുത്തെ പോലീസ് ഈ വിഷയം കൈകാര്യം ചെയ്തത് എന്ന് ഒന്ന് ഓർത്തു നോക്കുക. അതായത് അയാളുടെ കയ്യിൽ, ഈ ചെന്താമരയുടെ കൈവശം വലിയ ഒരു മാരകായുധം ഉണ്ടെന്ന് പല ആവർത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടിയതാണ്. എന്ത് നടപടിയാണ് അവിടുത്തെ പോലീസ് സ്വീകരിച്ചത്? ആ പെൺമക്കൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ തരാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന്. 2 പെൺമക്കളാണ് അനാഥരായി പോയത്. ഈ ചെന്താമരയെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അയാൾ പാലക്കാട് ടൗണിൽ തന്നെ ഉണ്ടെന്നും അല്ല കാട് കയറിയെന്നും വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. 2019 സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷവും ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഒരു ഗുഹയിലാണ്. അതായത് കാട് കയറി ഒരു ഗുഹയിൽ കയറിയിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഇത്തരത്തിൽ അയാൾ കാട് കയറിയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അവിടുത്തെ നാട്ടുകാരാണ്, അല്ലാതെ പോലീസല്ല. അതായത് ചെന്താമരയെ പിടിക്കേണ്ടത് അവിടുത്തെ നാട്ടുകാരുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇനിയും എത്ര പേരുടെ ജീവൻ അയാൾ എടുക്കും? പോലീസ് അപ്പോഴും വായും പൊളിച്ചു നിൽക്കത്തതേ ഉള്ളൂ. ഒരു നടപടിയും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല. അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ച കുറെ മനുഷ്യർ ഈ കേരളത്തിൽ ഉണ്ടോ എന്ന്, ഇത്രത്തോളം മനുഷ്യന്മാരുണ്ടോ എന്ന് ആശ്ചര്യപ്പെട്ടു പോകുകയാണ്. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി എന്തെല്ലാം കോളിളക്കമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. ഇപ്പോഴും ആ വിഷയം ഓർക്കുമ്പോൾ ഒരു ഞെട്ടലാണ്. അതായത് മരണപ്പെട്ട് 7-8 ദിവസം കഴിഞ്ഞ ഒരു മനുഷ്യനെ വീണ്ടും മഹാസമാധി എന്ന് പറഞ്ഞ് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോയി സമാധി നടത്തുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അറിവുള്ള കുറെ മനുഷ്യന്മാർ, അതായത് ഈ വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള കുറെ ആൾക്കാർ പറയുന്നുണ്ട്, ഈ മഹാസമാധി എന്ന് പറയുന്നത് ഇത് ഹിന്ദു ആചാരവുമായി ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് ഇവർ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇതുപോലെ വെളിവില്ലാത്ത കുറെ മനുഷ്യരാണ് കേരളത്തിലുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. കേരളം വല്ലാത്ത മാറ്റമാണ് മാറിയിരിക്കുന്നത്. 2025 തുടങ്ങിയത് മുതൽ നല്ല ഗംഭീര
വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. വെട്ടിക്കൊലപ്പെടുത്തുകയും കുത്തിക്കൊലപ്പെടുത്തുകയും കൊന്ന് ചാക്കിൽ കെട്ടി എറിയുകയും ചെയ്യുന്ന വാർത്തകൾ പുറത്തേക്ക് വരാത്ത ഒരു ദിവസം പോലുമില്ല. ഈ 2025 തുടങ്ങിയതിനു ശേഷം എത്രയോ കൊലപാതക കഥകളാണ് പുറത്തേക്ക് വന്നത്. പാലക്കാട് വിഷയത്തിൽ നെന്മാറയിൽ ഉണ്ടായിരിക്കുന്നത് പോലീസിന്റെ ഗുരുതരമായ വീഴ്ചയാണ്. 7ഓളം പരാതികൾ നിരന്തരമായി കൊടുത്തുവെന്ന് അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. കാക്കിയിട്ടാൽ ആ പണിയെടുക്കാനുള്ള അല്പമെങ്കിലും ഒരു ആത്മാർത്ഥത നിങ്ങൾ കാണിക്കണം. മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് പോലീസുകാരാണല്ലോ. ഈ പോലീസുകാരാണ് വായും പൊളിച്ചിരിക്കുന്നത്. ചെന്താമര മന്ത്രവാദത്തിന് അടിമയാണെന്നും കിട്ടുന്ന പണമെല്ലാം ഉപയോഗിച്ച് പൂജകൾ ചെയ്യാറുണ്ട് എന്നും ഈ ചെന്താമരയുടെ അമ്മാവൻ തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഏതെങ്കിലും ജോത്സ്യൻ എന്തെങ്കിലും ചെയ്യണമെന്നോ അമ്പലങ്ങളിൽ പോകണമെന്നോ പറഞ്ഞാൽ ഭാര്യയുടെയും മറ്റും സ്വർണം വിറ്റുവരെ അവനത് ചെയ്യാറുണ്ടത്രേ. ഒരിക്കൽ ജോത്സ്യനെ കണ്ടപ്പോഴാണ് വീടിന്റെ എതിർവശത്ത് താമസിക്കുന്ന നീളൻ മുടിയുള്ള സ്ത്രീയാണ് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞത്. പിന്നാലെയാണ് അവൻ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയതെന്നും ചെന്താമരയുടെ അമ്മാവൻ വെളിപ്പെടുത്തുന്നു. ചെന്താമരയുടെ കയ്യിൽ ഒരു കൊടുവാളുണ്ട്. അത് കണ്ട് പോലീസിനെ പലതവണ വിളിച്ചു പറഞ്ഞിട്ടും അവരെത്തിയിരുന്നില്ല. 7 പരാതി അവനെതിരെ പോലീസിൽ നൽകിയിട്ടുണ്ട്. എന്നിട്ടും പോലീസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതും ചെന്താമരയുടെ അമ്മാവൻ വെളിപ്പെടുത്തിയതാണ്. എത്രത്തോളം ഗുരുതരമായ വീഴ്ചയാണ് അവിടുത്തെ പോലീസിന് സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ പ്രതിയെ പിടികൂടാൻ ഞങ്ങൾ വല വിരിച്ചിട്ടുണ്ട് എന്ന ന്യായം പറയുകയാണ് പോലീസ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.